സതീശൻ മുഖ്യമന്ത്രിയായതോടെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ മാറിമറിയുന്നു. ഇടുക്കിയിൽ ചേരിപ്പോരും രൂക്ഷമായി. ഇടുക്കി എംപിയെ പരസ്യമായി വിമർശിച്ച DCC പ്രസിഡന്റ് സി പി മാത്യുവിനെതിരെ അനുകൂലിക്കുന്ന വിഭാഗവും രംഗത്തെത്തി. എംപിക്കെതിരായ വിമർശനത്തിൽ CP മാത്യുവിനെതിരെ വലിയ വിഭാഗം പ്രതിഷേധമുയർത്തിയതോടെ DCC പ്രസിഡന്റ് പ്രതിസന്ധിയിലാണ്. വിഷയം രമ്യതയിൽ പരിഹരിക്കാൻ ഇടപെടൽ നടത്തുന്നു. ആദ്യം പ്രതികരണം കേൾക്കാം. ഇടുക്കി DCC പ്രസിഡന്റ് ശ്രീ CP മാത്യു ഓരോ ദിവസവും ഓരോ ആൾക്കാരെ ആക്ഷേപിച്ചുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് കൊണ്ട് കടന്നു പോകുന്ന ഒരു രീതിയാണുള്ളത്. ഇത് തീർച്ചയായിട്ടും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഇത്രയും രീതി ചെയ്യുമ്പോൾ ഞങ്ങളെപ്പോലുള്ള എന്നെ പോലുള്ള ഭാരവാഹികൾക്ക് ആ കമ്മിറ്റി ഇരിക്കാൻ പോലും ഇപ്പം ആക്ഷേപമായി മാറിയിരിക്കുകയാണ്. ഒരിക്കൽ KPCL സെക്രട്ടറിയെ കമ്മിറ്റി വെച്ച് ആക്ഷേപിച്ചു. അത് ഇപ്പം DCC മീറ്റിംഗിന് വരുന്നില്ല, ഇയാളെ മാറ്റാതെ വരുന്നില്ലെന്ന് പറയുന്നു. അതിനു മുമ്പ് തുടർച്ചയായിട്ട് 3 കമ്മിറ്റിയിൽ KPCCയിലെ ജനറൽ സെക്രട്ടറി, മുൻ MLA, മുൻ ജില്ലാ ബാങ്ക് പ്രസിഡന്റുമായ ഇടുക്കിയിൽ ഏറ്റവും സീനിയറായ നേതാവിനെ ആക്ഷേപിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ ആളുകൾ കൂടി പച്ചയ്ക്ക് ചീത്ത വിളിച്ചു കഴിഞ്ഞപ്പം ആ ആക്ഷേപം നിന്നു. അതിനുശേഷം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇലക്ഷൻ സമയത്ത് സ്ത്രീകളെ അപമാനിച്ചുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് ഇറക്കി. അതിന് വഴി പിന്നെ ക്ഷമ പറയേണ്ടി വന്നു. കുമ്പളി ശശി തരൂർ വന്നപ്പം അവിടെ ഒരു കോൺഗ്രസ്സുകാരനെ സ്റ്റേജിൽ നിന്ന് തത്തിച്ചുവിട്ടതിന് ഒരു പ്രശ്നം ഉണ്ടായി. ഇന്നിപ്പോൾ ഏതാണ്ട് ഇടുക്കി MP മൂക്കാതെ പടുത്തതാണെന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റേറ്റ്മെന്റുമായിട്ട് ഞാൻ കടന്നു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രകടനം നടത്തിയ തൊടുപുഴയിലെ കോൺഗ്രസ് DC സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളെ ഇദ്ദേഹം പുറത്താക്കിയപ്പോൾ അത് ശരിയായ രീതിയിലല്ല, അങ്ങനെ പുറത്താക്കിയ നടപടി ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ ഇടുക്കി MPയോട് പറഞ്ഞത് താനിഞ്ഞ് ഇപ്പോൾ നേരെ പാർലമെൻറ്റ് കാണത്തില്ല, ഇവിടുത്തെ MLAമാരുടെ അവസ്ഥ അറിയാമല്ലോ, അങ്ങനെ ഇനി ഒരു ആനുകൂല്യം ഉണ്ടാക്കത്തില്ല, ഞാൻ തോപ്പിച്ചു കൊള്ളുന്ന ഇദ്ദേഹം ഇൻഡയറക്റ്റായിട്ട് പറയുന്നു. ഒരു കാര്യം ഞാൻ അടിപൊളിയിട്ട് പറയുന്നു. കഴിഞ്ഞ 1.5 വർഷക്കാലമായിട്ട് ഇദ്ദേഹത്തെ മാറ്റാൻ വേണ്ടി AICC തീരുമാനമെടുത്തപ്പോൾ സംസ്ഥാനത്തെ മറ്റ് DC പ്രസിഡന്റുമാരെ മാറ്റിയാൽ മതി എന്ന് പറഞ്ഞിട്ട് ഈ MPയുടെ ഒരു കാര്യത്തിൽ ഒരു ഔദാര്യത്തിലാണ് ഇദ്ദേഹം ഇപ്പം DC പ്രസിഡന്റ് കടിച്ചു കിടക്കുന്നത്. ഇപ്പം മാറി വന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ ആരെങ്കിലും തെറി പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ DC പ്രസ്ഥാനം പുനഃസ്ഥാപിച്ച് കിട്ടുമെന്നുള്ള വ്യാമോഹം കൊണ്ടാണ് ഇങ്ങനെ വർത്താനം പറയുന്നത്. ഇപ്പം ഇന്ന് വൈകുന്നേരം ഇദ്ദേഹം എന്നെ തെറി പറഞ്ഞുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് കൊടുക്കും. കാരണം എങ്ങനെയും TV-ക്കാന്ന് തല കാണിച്ചാൽ മതി. പഞ്ചായത്ത് കഴിഞ്ഞപ്പോൾ പോലും ഇദ്ദേഹം ജയിക്കത്തില്ല എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. ഇദ്ദേഹത്തിൻ്റെ ബാക്കി ചരിത്രങ്ങളെ പറ്റിയൊക്കെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം അത് നമ്മുടെ മാന്യതയ്ക്ക് ചേരുന്നതല്ല. അതുകൊണ്ട് DCC പ്രസിഡന്റ് നിലയ്ക്ക് നിർത്തിയില്ലെങ്കിൽ ഇതിന് വലിയ വില കോൺഗ്രസ് കൊടുക്കേണ്ടി വരും. ഇത്തരം തരുന്ന നീതി പ്രവർത്തനമായിട്ട് നടക്കുന്ന പ്രസ്താവന നടന്ന DC പ്രസിഡന്റുമാരെ മാറ്റി വെക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ഷിനു ഫിലിപ്പ് ചേരുന്നു. ഷിനു, കോൺഗ്രസിനുള്ളിൽ ഒരു വലിയ വിഭാഗീയത രൂപപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രിയെ അടക്കം തെരഞ്ഞെടുത്തതിനു ശേഷം അത് ഇടുക്കിയിൽ ഒരു ഗ്രൂപ്പ് സമവാക്യം മാറിമറിയുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. എന്താണ് വിവരങ്ങൾ? തെരഞ്ഞെടുപ്പിൽ നേടിയ ഉജ്ജ്വല വിജയത്തിനോടൊപ്പം തന്നെ ഇടുക്കി ജില്ലയിൽ മാറിയ ഗ്രൂപ്പ് സമവാക്യങ്ങൾക്കൊപ്പം ചേരിപ്പോരും മറനീക്കി പുറത്തു വരുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത്. നിലവിൽ അഡ്വക്കേറ്റ് EM അഗസ്തി നേതൃത്വം നൽകുന്ന I ഗ്രൂപ്പും ഇതോടൊപ്പം തന്നെ VD സതീശനെ പിന്തുണയ്ക്കുന്ന വിഭാഗം, പഴയ A ഗ്രൂപ്പ് ഡീൻ കുര്യാക്കോസിന്റെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതോടൊപ്പം തന്നെ KC വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്ന KPCCയുടെ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന റോയി K പോലോസിന്റെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗമാണ് ഇപ്പോൾ നിലവിൽ കോൺഗ്രസിൽ ഉള്ളത്. ഈ നിലവിൽ DCC പ്രസിഡന്റ് ആയിരിക്കുന്ന CP മാത്യു KC വേണുഗോപാൽ പക്ഷത്തേക്ക് ചായുന്നു എന്ന് ആണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇതിന്റെ തുടർ ചലനങ്ങളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന വിവാദങ്ങൾ ഒക്കെയും. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ DCC പ്രസിഡന്റ് ആയിരിക്കും CP മാത്യുവിന്റെ ചില വിവാദ പരാമർശങ്ങൾ ഏറെ വിവാദമായതാണ്. അതോടൊപ്പം തന്നെയാണ് ശശി തരൂർ പങ്കെടുത്ത വണ്ടിപ്പെരിയാറിൽ നടന്ന പ്രോഗ്രാമിൽ മുൻ മണ്ഡലം പ്രസിഡന്റും ഭിന്നശേഷിക്കാരനുമായ യുവാവിനെ പിടിച്ച് തള്ളുകയും അതിനോടനുബന്ധിച്ചുണ്ടായ വിവാദങ്ങളും ഈ കഴിഞ്ഞ ദിവസം കോൺഗ്രസിന് ഭരണം തിരിച്ചു കിട്ടിയ ശേഷം VD സതീശൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു വിഭാഗം പ്രവർത്തകരും നേതാക്കന്മാരും തൊടുപുഴയിൽ പ്രകടനം നടക്കുകയുണ്ടായി. ഇതിന് എതിരെ നടപടിയെടുക്കുന്ന ഒരു സാഹചര്യം DCCയുടെ ഭാഗത്തു നിന്നുണ്ടായി. ഇതിന് എതിരായിട്ട് ഡീൻ കുര്യാക്കോസ് കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിച്ചതാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഡീൻ കുര്യാക്കോസിനെതിരെ DC പ്രസിഡന്റ് ആയ CP മാത്യു കഴിഞ്ഞ ദിവസങ്ങൾ നടത്തിയ പരാമർശങ്ങൾക്കൊക്കെ കാരണം ഈ ഡീൻ കുര്യാക്കോസിനെ അനുകൂലിക്കുന്ന വിഭാഗവും നേതാക്കന്മാരും ഈ ഒരു രീതിയിൽ തുടരുകയാണെങ്കിൽ DC പ്രസിഡന്റിനോടൊപ്പം പ്രവർത്തിച്ചിട്ട് മുന്നോട്ട് പോകാൻ തങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിലും താങ്കൾ രാജിവെക്കുകയുമാണ് എന്നാണ് പറയുന്നത്. ഇതിനോടനുബന്ധിച്ച് വായിക്കേണ്ടതാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇടുക്കി ജില്ലയിലെ I ഗ്രൂപ്പ് നേതാവായിരുന്ന ഇബ്രാഹിം കുട്ടിക്കല്ല VD സതീശന്റെ ചടങ്ങിൽ ഏറെ സജീവമായി പങ്കെടുത്തും അദ്ദേഹവും അതിന്റെ ഗ്രൂപ്പ് മാറി എന്നൊരു ചർച്ചയും ഇപ്പോൾ നിലവിൽ ഇടുക്കി ജില്ലയിൽ സജീവമാവുന്നുണ്ട്. എന്തായാലും ഈ കോൺഗ്രസ് പാർട്ടിയിലെ ഈ വരും ദിവസങ്ങളിൽ നമുക്ക് കോൺഗ്രസ് പാർട്ടിയിൽ ഈ ചലനങ്ങളൊക്കെ കാത്തിരുന്ന് കാണുക തന്നെ വേണം.